5 വർഷം മുമ്പേ നിങ്ങൾ പണിയെടുത്ത് വീട്ടിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് വല്ല യൂട്യൂബ് ചാനലും തുടങ്ങും എന്നാണ് എൻ്റെ പേടി. അപ്പോൾ സംഭ്രമജനകമായ കഥകൾ അതൊരു പ്രശ്നമാണ്. അതേ ഒരു ഈ പറഞ്ഞതുപോലെ വല്ല ഒരു റോസ് ഷർട്ടും എടുത്തിട്ട് ഒരു മേശപ്പുറത്ത് കയറി കഥ പറഞ്ഞു തുടങ്ങി നമ്മൾ ചുറ്റിപ്പോ. അതായത് അതിൽ സങ്കടപ്പെടുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടാകും. കാരണം എന്നെക്കാൾ മുകളിൽ പോകുമോ ഇയാൾ കഥ പറഞ്ഞിട്ട് എന്നൊരു പേടി ഈ പറയുന്ന ആൾക്കുണ്ടാകുമെന്നല്ലാതെ നമ്മൾ നാട്ടുകാരെല്ലാം സഹിക്കട്ടെ. ഈ കഥകൾ ഇത്രയും നാൾ EDയുടെ കേസായിട്ടാണ് വന്നതെങ്കിൽ ഇനി യൂട്യൂബ് ചാനലിൻ്റെ സംഭ്രമജനകമായിട്ടുള്ള കഥകളുമായിട്ട് ഇദ്ദേഹം ഒരു ഈ പറയുന്നത് എന്ത് കളറാണ് ആ ഉടുപ്പിട്ട് ഇയാൾ വരുമോ എന്നുള്ള പേടിക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഹർഷ, അതായത് അത് മാത്രം പറഞ്ഞാൽ അങ്ങ് വെക്കാം. അതായത് ഈന്തപ്പഴം, കൈതോലപ്പായ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തൂടെ സ്വർണ്ണം കടത്തി, ബിരിയാണി ചെമ്പ് എന്നൊക്കെ വന്നല്ലോ. അതിനകത്ത് ഏറ്റവും ദുഷ്ടമായിട്ടുള്ള സംഗതിയായിരുന്നു ഖുറാൻ വഴി കടത്തി എന്നുള്ളത്. ഖുറാൻ വഴി കടത്തി എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മതേതര ബോധവും നമ്മുടെ രാഷ്ട്രീയ ബോധവും മതജാതി വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് എത്രമാത്രം ശക്തമായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തെളിഞ്ഞൊരു കാര്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ KT ജലീലിനൊക്കെ അതിനാണല്ലോ. അതായത് ഒന്ന് നോക്കൂ, അതിനകത്ത് ഇതുപോലൊരു കാലത്ത് ഇസ്ലാമോഫോബിയ ലോകത്തെമ്പാടുള്ളൊരു കാലത്ത് കേരളത്തിലും ഇന്ത്യയിലും അത് പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് അത് അക്രമോത്സുകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നൊരു കാലത്ത് ഖുറാൻ പോലെ ഈ മതവിശ്വാസികൾ അങ്ങേയറ്റം പവിത്രമായി കാണുന്നൊരു ഗ്രന്ഥത്തെ കള്ളക്കടത്തിന് ഉപയോഗിച്ചു. അത് എവിടെ നിന്നാണ്? ഈ മതം പരമപ്രധാനമായിട്ടൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കടത്താൻ വേണ്ടിയിട്ട് മോശമായിട്ട് ഉപയോഗിച്ചു എന്ന അങ്ങേയറ്റം ഹിംസാത്മകവും ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രോഗാതുര മനസ്സിനകത്തു നിന്ന് മാത്രം വരുന്നതായിട്ടുള്ളൊരു ക്രിയേറ്റീവ് കഥ ഇദ്ദേഹം എല്ലായിടത്തും പരത്തിയെന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിലെ BJPക്കാർ പോലും അത് ഏറ്റുപിടിച്ചില്ല. ഓർക്കണം, നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ പോലും അത് ഏറ്റുപിടിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ സവിശേഷത എന്നതുകൊണ്ടാണ് പിടിച്ചു നിന്നത് എന്ന്. ഈ KT ജലീലിനെ ഒരു തവണ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇതാ കുരുക്കിൽ എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തകൾക്ക് ശേഷം കൊണ്ടുപോയി. ഒരു ചെറിയ തെളിവിൻ്റെ നൂലിഴ പോലും കിട്ടിയില്ല. മറ്റുദ്യോഗസ്ഥർ കൂടെ ഉണ്ടല്ലോ, നമ്മുടെ മാധ്യമപ്രവർത്തകർ മറ്റുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ആളുകൾ പറഞ്ഞു ഒരു സംഗതിയുമില്ല അതിനകത്ത് നിന്നാണ്. അതായത് എന്നിട്ട് ആ കേസ് എവിടെ പോയി നമുക്കറിയാലോ. അപ്പോൾ ഈ നാട്ടിൽ കാലുഷ്യം ഉണ്ടാക്കുക എന്ന ഉദ്ദേശം കൂടെ ഇതുപോലുള്ള ആളുകൾ ഉണ്ടായി. ഒരു മലയാളത്തിലെ ഏക ദേശീയ പത്രത്തിന് 30 ദിവസം 1ാം പേജിൽ തലക്കെട്ടടിക്കാൻ ഒറ്റ ബ്ലോക്ക് വെച്ച് പണി തീർക്കാൻ പറ്റി.